സ്വാതന്ത്ര്യ സമര സേനാനി കെ പി കേശവമേനോന് സ്മാരകം ഉയരണമെന്ന ആവശ്യവുമായി എരഞ്ഞിപ്പാലം സെന്റ് സേവ്യേഴ്സ് കോളേജ് NSS വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന കോനാട് ബീച്ച് ശുചീകരിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞിപ്പാലം സെന്റ് സേവ്യേഴ്സ് കോളേജ് NSS സപ്തദിന ക്യാമ്പ് മധുരത്തിന്റെ ഭാഗമായാണ് കോനാട് ബീച്ച് ശുചീകരിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനി കെ പി കേശവമേനോന് ഉചിതമായ സ്മാരകം ഉയരണമെന്ന അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ കോനാട് ബീച്ച് ശുചീകരിക്കാൻ തീരുമാനിച്ചത്. ശുചീകരണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. കേശവമേനോന്റെ പേരിൽ ഒരു സ്മാരകമായ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും അധികം വൈകരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഒരു മഹാനായ വ്യക്തിയുടെ കോഴിക്കോടിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തീപ്പൊരി പടർത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ഒരു മഹത്തായ വ്യക്തിയാണ്. ആ മാതൃഭൂമി പത്രവും അതിൻ്റെ പാരമ്പര്യമൊക്കെ പരിശോധിക്കുമ്പം കെ പി കേശവമേനോൻ എന്നത് ഉന്നത ശീർഷനായ ഒരു വ്യക്തിത്വമായിരുന്നു. പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് നിലനിൽക്കണം എന്നുള്ളതാണ്. ഇതുപോലുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടും ഇത്രയെന്തെങ്കിലും ഭംഗിയായി നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും അവരുടെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക്. പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ ഹരി എ വാര്യർ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ഡയറക്ടർ ഡോക്ടർ ജയ്കിഷ് ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. സെന്റ് സേവ്യേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു, പരിസ്ഥിതി പ്രവർത്തകൻ MA ജോൺസൺ, ജന്മഭൂമി ന്യൂസ് എഡിറ്റർ M ബാലകൃഷ്ണൻ, ആറ്റക്കോയ പള്ളിക്കണ്ടി, NSS പ്രോഗ്രാം ഓഫീസർ അവിനേഷ് അശോക്, ക്യാമ്പസസ് ഓഫ് കോഴിക്കോട് ടീച്ചർ കോർഡിനേറ്റർ K അതുൽ, NSS വിദ്യാർത്ഥി പ്രതിനിധികളായ C ആദിത്യ, P മാളവിക തുടങ്ങിയവർ സന്നിഹിതരായി. NSS പ്രാർത്ഥനാ ഗീതത്തോടെയായിരുന്നു പരിപാടിക്ക് തുടക്കമിട്ടത്. ACV ന്യൂസ് കോഴിക്കോട്.